This is a symbolic moment that signifies the dispelling of darkness and igniting of thought and enlightenment. I invite all the dignitaries on the stage to do the honors. ഇന്നത്തെ ഈ മനോഹരമായ അർത്ഥപൂർണമായ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ ആത്മസുഹൃത്തും ബ്ലൂ മൗണ്ട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാനും ആയ പ്രിയങ്കനായ അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയൻ അവർകൾ, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ മിസസ് ഡെൽസി ജോസഫ്, ഇന്നത്തെ നമ്മുടെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന മോണ്ടിസോറി വേൾഡ് വൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡയറക്ടറായ ശ്രീമതി എ സുബ്ബലക്ഷ്മി, ശ്രീ അനന്തു വിജയൻ, ശ്രീമതി ലത വിജയൻ, ശ്രീമതി ബീന പോൾ, ശ്രീമതി ശ്രീകല, ശ്രീദേവി, ശ്രീമതി ജയ തോമസ്, ശ്രീ അനിൽകുമാർ, ശ്രീ സുരേഷ് ഷറിൻഷാനി എന്നിവർക്കും എൻ്റെ മുന്നിൽ വന്നു ചേർന്നിരിക്കുന്ന ശ്രദ്ധയോടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഈ ബ്ലൂ മൗണ്ട് എഡ്യൂക്കേഷണൽ സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെയായ പ്രിയപ്പെട്ട ഓരോരുത്തർക്കും എൻ്റെ സ്നേഹപൂർവകമായ സന്തോഷവും സ്വാഗതവും ആശംസിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഞാനൊരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അന്ന് കാര്യമായൊന്നും സംസാരിക്കേണ്ടി വന്നില്ല. പക്ഷേ ഇപ്പോൾ വരുമ്പോൾ അതിൻ്റെ കെട്ടും മട്ടും രൂപവും ഭാവവും ഉള്ളടക്കവും എല്ലാം വല്ലാതെ വികസിച്ചിരിക്കുന്നു, പുരോഗമനോന്മുഖമായിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ, ഏത് വിസ്മയങ്ങളുടെ പിന്നിലും ഒരു ശക്തിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ പിന്നിലെ ലക്ഷ്യബോധമുള്ള പ്രേരക ശക്തി, അതിൻ്റെ നിയാമക ശക്തി നമ്മുടെ ചെയർമാൻ തന്നെയാണ്. അതുകൊണ്ടാണ് അല്പവും മാർദ്ദവമില്ലാതെ അദ്ദേഹം ഇന്നത്തെ ഈ ഫംഗ്ഷൻ അതിൻ്റെ വർണ്ണപ്പകിട്ടിന് ലേശമെങ്കിലും കുറവ് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായവരെ വിമർശിച്ചു. അത് നല്ല മനസ്സിന്റെ ലക്ഷണമാണ്, ശുദ്ധ ഹൃദയത്തിന്റെ പ്രതിഫലനമാണ്. അതുകൊണ്ടാണ് മദ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പു നൽകി എന്ന് കവി പറഞ്ഞത്. കാരണം ഒരു ഉദ്ദേശശുദ്ധിയുള്ള ആളിനെ ആ വിധത്തിൽ കൃത്യനിഷ്ഠയോടെ അച്ചടക്കത്തോടെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുകയും. ഇതൊരു സ്കൂളാണ്,
സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിനെ കുറിച്ച് ഒരുപാട് നിർവചനങ്ങളുണ്ട്, വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒരുപാട് നിർവചനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിർവചനം ഒരു കൊച്ചു നിർവചനമാണ്. സ്കൂൾ ഈസ് എ റൂം. സ്കൂൾ ഒരു മുറിയാണ്. ഇപ്പോ ഇതൊരു മുറിയാണ്, വളരെ വിപുലമായ ധാരാളം സ്ഥലമുള്ള സ്പേഷ്യസ് ആയ ഒരു മുറിയാണ്. സ്കൂൾ ഈസ് എ റൂം വിത്ത് 4 walls. 4 ചുവരുകളുണ്ട് ആ മുറിക്ക്. ആൻഡ് ഇനിയുള്ള ഭാഗമാണ് വളരെ പ്രധാനം. ആൻഡ് ടുമോറോ ഇൻസൈഡ്. നാളെ, സമൂഹത്തിന്റെ നാളെ, രാഷ്ട്രത്തിന്റെ നാളെ, നാളെ ഭദ്രമായി ശോഭനമായി ഉള്ളടക്കം ചെയ്തിരിക്കുന്ന 4 ഭിത്തികളുള്ള ഒരു മുറിയാണ് സ്കൂൾ. അപ്പോൾ ഈ സ്കൂളിൽ ഇവിടെ ഇരിക്കുന്നത് നാളെയുടെ പ്രതിനിധികളാണ്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, യുവാക്കളെ, നിങ്ങളിലാണ് എന്റെ പ്രതീക്ഷ എന്ന്. നാളെയുടെ പ്രതീക്ഷകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു നിർവചനമാണ് സ്കൂൾ ഒരു പൂന്തോട്ടമാണ് എന്നുള്ളത്. സ്കൂൾ ഒരു പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിൽ അവിടെയുള്ള ചെടികളെ പരിപാലിക്കുന്ന, നട്ടു വളർത്തുന്ന, വെള്ളം, ജലസേചനം എല്ലാം ചെയ്യുന്ന, അതിനെ പുഷ്പിതമാക്കി തീർക്കാൻ ശ്രമിക്കുന്ന അവിടുത്തെ ആ പൂന്തോട്ടത്തിന്റെ പരിപാലകരാണ് അധ്യാപകർ. അപ്പോൾ അവിടെ വിടർന്നു വരുന്ന പൂക്കൾ കുട്ടികളാണ് പൂക്കൾ. ആ കുട്ടികളാകുന്ന പൂക്കളിൽ നിന്ന് പ്രസരിക്കുന്ന സുഗന്ധമാണ് സംസ്കാരം. നോക്കണം, എത്ര മനോഹരമായ നിർവചനം. സ്കൂൾ ഒരു പൂന്തോട്ടമാണ്. അവിടെ ടീച്ചേഴ്സും അവിടുത്തെ അധ്യാപക സമൂഹവും എല്ലാം അവിടുത്തെ പൂക്കളെ വിടർത്തുവാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവിടുത്തെ പൂന്തോട്ടക്കാരാണ്. പിന്നെയോ ആ പൂക്കൾ പരിലസിക്കുകയാണ് സംസ്കാരത്തിന്റെ സുഗന്ധവുമായി. ആ വിധത്തിൽ, മാതൃകാസുന്ദരമായ വിധത്തിൽ ഉള്ള സുഗന്ധം പ്രസരിപ്പിക്കുന്ന, സംസ്കാരത്തിന്റെ സുഗന്ധം പ്രസരിപ്പിക്കുന്ന മാതൃകാസുന്ദരമായ ഒരു സ്ഥാപനമാണ് ബ്ലൂ മൗണ്ട് എന്ന് പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കയ്യടി ഇടതുവശത്തെ ഉള്ളവർക്ക് അടിക്കാവുന്നതല്ല, നിയമമുണ്ട്. അപ്പോഴാണ് മാതൃകാസുന്ദരമായത്. അപ്പോൾ ആ വിധത്തിലുള്ള സ്കൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ സാറ് പറഞ്ഞു, സ്റ്റുഡന്റ് സെന്റേഡ് ആയിട്ട്, വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അധ്യാപനം നടത്തും. ഇവിടെ ഈ മോണ്ടിസോറി സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ ഒരു വളരെ പരിശുദ്ധമായ ഒരു സമ്മേളനമാണ്. ഇവിടെ നമ്മൾ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികമാർ, അവർ നേടിയെടുത്ത ബിരുദം, ആ ബിരുദത്തിലൂടെ അവർ നൽകാൻ പോകുന്ന, നേരത്തെ പറഞ്ഞ പോലെ മാതൃകാപൂർണമായ ഒരു സമീപനം, അതിനെ അധ്യാപനം എന്ന് ഞാൻ പറയുന്നില്ല, കുട്ടികളോടുള്ള സമീപനം ആണ്. എനിക്ക് ഓർമ്മ വരുന്നത് കുമാരനാശാന്റെ വളരെ വിഖ്യാതമായ കുട്ടികളുടെ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുണ്ടായിരുന്ന അമ്മയും കുഞ്ഞും എന്ന കവിതയാണ്. എനിക്ക് തോന്നുന്നു ആശാൻ അമ്മയും കുഞ്ഞും എന്നല്ല പേരിട്ടത്, തള്ളയും കുഞ്ഞും എന്നാണ്. അത്ര നാടൻ മട്ടിലാണ് ആ കവിത രൂപപ്പെടുത്തിയത്. ആ കവിത ഈ മോണ്ടിസോറി അധിഷ്ഠിതമായ ഈ കോഴ്സിൽ പഠിപ്പിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 1 മുതൽ 6 വരെയുള്ള വയസ്സിൽ കുട്ടികൾക്കുണ്ടാകുന്ന ചിന്തകൾ, അവർക്കുണ്ടാകുന്ന ആശയങ്ങൾ, സംശയങ്ങൾ, ഇതെല്ലാം ദൂരീകരിക്കേണ്ടത്, കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ആശാന്റെ കവിത ആരംഭിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ, ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന് കുട്ടി പറയുന്നിടത്താണ്. ആ കുട്ടിക്ക് 1 വയസ്സിനും 6 വയസ്സിനും ഇടയിലാണ് പ്രായം. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. അപ്പൊ അമ്മ അപ്പൊ തന്നെ തിരുത്തുകയാണ്.
ഇത് പൂക്കളല്ല. അപ്പൊ കുട്ടി പറയുന്നു, മേൽക്കുമേൽ, അവൻ അത് തന്നെ കണ്ടു നിൽക്കുകയാണ്. മേൽക്കുമേൽ ഇങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമേ എന്തൊരു ഭംഗി. മേൽക്കുമേൽ ഇങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമേ എന്തൊരു ഭംഗി. അമ്മ അപ്പോൾ പറഞ്ഞു തീർന്നോ? എന്നാൽ നിനക്ക് തെറ്റി, തെറ്റി നിനക്കുണ്ണി, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളാണിവെല്ലാം. പൂക്കളല്ല, നീ കരുതി പൂക്കളാണെന്ന്. നോ, പൂമ്പാറ്റകളാണ്, നൽ പൂമ്പാറ്റകളാണിവെല്ലാം. അപ്പോഴും അവൻ അത് തന്നെ പറയുന്നു, പൂവായാലും കൊള്ളാം, പൂമ്പാറ്റയായാലും കൊള്ളാം, മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. പെട്ടെന്ന് ആ കുഞ്ഞിന്റെ മനസ്സിൽ, 6 വയസ്സിനുള്ളിലുള്ള ആ കുഞ്ഞിന്റെ മനസ്സിൽ ഒരു വിഷാദത്തിന്റെ ഒരു അല വന്നു ചേരുകയാണ്. അവൻ ചോദിക്കുന്നു, അയ്യോ പോയി കൂടെ കളിപ്പാൻ അമ്മേ, വയ്യേ എനിക്ക് പറപ്പാൻ. അതിന്റെ കൂടെ പോയി നോക്ക, ആകാശത്തിൽ ഇങ്ങനെ പാറി പാറി പോകുന്ന ആ പൂക്കളോടൊപ്പം, പൂമ്പാറ്റകളോടൊപ്പം പോയി കളിക്കാൻ അമ്മേ വയ്യേ എനിക്ക് പറപ്പാൻ. ശൈശവദശയിൽ ഉണ്ടാകുന്ന സംശയങ്ങളും അകാരണമായ വിഷാദങ്ങളും കാരണമുള്ള ദുഃഖങ്ങളും ശോകങ്ങളും എല്ലാമാണത്, കുസൃതികളുമാണ്. എനിക്ക് അവയോടൊപ്പം പോയി പറക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ അമ്മയ്ക്കും വിഷമമായി. അമ്മ പറഞ്ഞു, വെറുതെ ഇരിക്കാനല്ല പറഞ്ഞ, വഴക്ക് പറഞ്ഞില്ല. ആവാത്തത് ഇങ്ങനെ എണ്ണി ചുമ്മാ മാഴ്കൊല്ല എന്നോമൽ ഉണ്ണി. ആവാത്തത് ഇങ്ങനെ എണ്ണി ചുമ്മാ മാഴ്കൊല്ല എന്നോമൽ ഉണ്ണി. കഴിയാത്ത കാര്യങ്ങൾ മാത്രം ആലോചിച്ച് എന്തിനു വിഷമിക്കുന്നു? പിച്ച നടന്നു കളിപ്പൂ നീ. നീ പിച്ച നടന്ന് കളിക്കുന്നില്ലേ? നോക്ക്, ഈ പിച്ചകമുണ്ടോ നടപ്പൂ? ഈ പിച്ചകം നടക്കുന്നുണ്ടോ? നീ പിച്ച വെച്ച് കളിക്കുന്നില്ലേ? അപ്പൊ കുട്ടിക്കും വിഷമമായി. ശരിയാണ്, പൂക്കൾ പറക്കുന്നു, അല്ല പൂമ്പാറ്റ പറക്കുന്നു, ഞാൻ പിച്ച വെച്ച് കളിക്കുന്നു, പിച്ചകം സ്റ്റിൽ അടിച്ച പോലെ നിൽക്കുന്നു. ഇമ്മട്ടിലായതെന്ത്, ഇമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു ഉമ്മ തരാം അമ്മ ചൊന്നാൽ. ഇതെന്താ ഇങ്ങനെയായത്? നോക്കണം, കുട്ടി ഒരു അസമത്വത്തിന്റെ, പ്രകൃതി സൃഷ്ടിച്ച ഒരു അസമത്വത്തിന്റെ വിത്തിലേക്ക് കുത്തുകയാണ്, തൊടുകയാണ്. എന്താ ഇങ്ങനെ ആയിപ്പോയത്? അപ്പോ അമ്മ പറയുന്നു, അതിങ്ങനെയാണ്. കാരണം നാം അറിയുവതൽപ്പം, എല്ലാം ഓമനെ ദൈവസങ്കല്പം. നമുക്ക് വളരെ കുറച്ചേ അറിയുന്നുള്ളൂ. ദൈവത്തിന്റെ സങ്കല്പവും ഇച്ഛയും ഇവിടെ നടപ്പാവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഈ കവിത എടുത്ത് നോക്കുമ്പോൾ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളാണ് ഈ കുട്ടി ചോദിക്കുന്നത്. എവിടെ വെച്ച് വേണമെങ്കിലും അമ്മയ്ക്ക് അടി കൊടുക്കുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്യാമായിരുന്നു. പക്ഷേ അമ്മ വളരെ സ്നേഹത്തോടെ, വളരെ കരുതലോടെ, വാത്സല്യത്തോടെ അമ്മ അതിന് മറുപടി പറയുന്നു. അവിടെയാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ അധ്യാപകർ കുട്ടികളെ സമീപിക്കേണ്ടത്. ആ വിധത്തിലാണ് ആ ഒരു സ്നേഹ മസൃണത അവർക്ക് ഉണ്ടാവേണ്ടത്. പണ്ട് ഒരു പയ്യൻ പേര് ചോദിച്ചാൽ ജോൺ ഇഡിയറ്റ് എന്ന് പറയുമായിരുന്നു. പഠിച്ചു ജോൺ ഇഡിയറ്റ്. അവൻ ധരിച്ചു വെച്ചിരിക്കുന്ന അവന്റെ പേര് അങ്ങനെയാണ്. വലിയ അഭിമാനപൂർവ്വമാണ് പറയുന്നത്. കാരണം അപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ, നീ അത് പൊട്ടിച്ചല്ലോ ജോൺ ഇഡിയറ്റ്, നീ അതിനെ കൊണ്ട് കളഞ്ഞു, ജോൺ ഇഡിയറ്റ്. ഇങ്ങനെ ജോൺ ഇഡിയറ്റ്, ജോൺ ഇഡിയറ്റ്, ജോൺ ഇഡിയറ്റ് എന്ന് കേട്ട് അവൻ വിചാരിച്ചു അവന്റെ പേരതാണ്. പണ്ട് ഒരാൾ കൊണ്ടുവന്നൊരു കേസ് കൊടുത്തു കോടതിയിൽ. കേസ് ഇങ്ങനെയാണ്, എന്നെ ഇയാള് 25 വർഷം മുമ്പ് കരടി എന്ന് വിളിച്ചു. കേസ് കൊടുത്തിരിക്കുകയാണ്. ജഡ്ജിക്ക് ആ സംശയമായി. ജഡ്ജി അങ്ങനെ സാധാരണ ഇടപെടാത്തതാണ്. പക്ഷെ ഇവന്റെ കേസിന്റെ ഒരു വൈചിത്ര്യം കൊണ്ട് ജഡ്ജി ചോദിച്ചു, ഇയാളെ 25 വർഷം മുമ്പ് കരടി എന്ന് വിളിച്ചെന്നോ? അതെ, എന്നെ 25 വർഷം മുമ്പ്, ഡേറ്റ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിന് ഇപ്പോഴാണോ കേസ് കൊടുക്കേണ്ടത്? പുള്ളി പറഞ്ഞത്, ഞാൻ ഇന്നലെയാണ് കരടിയെ കണ്ടതെന്നാണ്. അതുവരെയും ഇതൊരു വലിയ കാര്യമാണെന്ന് പറഞ്ഞ് അയാൾ തന്നെ പറയുന്നത് ഞാൻ കരടിയാണ്. പാവൻ ജോൺ ഇഡിയറ്റ് എന്ന് സ്വയം പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. 6 വയസ്സിനുള്ളിൽ സംഭവിച്ചതാണ്. അപ്പൊ 6 വയസ്സിനുള്ളിലുള്ള കുട്ടികളോട് നമ്മൾ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അവനോട് വളരെയധികം കരുണയോടെയും കരുതലോടെയും ചേർത്തു നിർത്തുകയാണ് വേണ്ടത്. ഞാനിവിടെ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക്
ആദ്യകാലത്തൊക്കെ ഞാൻ ഒരുപാട് വേദികളിൽ പറഞ്ഞ് നിർത്തിവെച്ചിരുന്ന ഒരു കഥ ഓർമ്മ വരിക. അത് കഥയല്ല, എൻ്റെ ജീവിതാനുഭവമാണ്. ഞാൻ നമ്മുടെ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലാണ് പഠിച്ചത്. ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ ഐതിഹാസികമായ സ്കൂളാണ്. ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ആണ്. അന്നൊക്കെ ഒരു അധ്യാപകൻ തന്നെയാണ് മുഴുവൻ പീരീഡുകളും എടുക്കുന്നത് അന്ന്. അപ്പൊ എൻ്റെ അധ്യാപകൻ എന്ന് പറയുന്നത് ഗണേശൻ സാർ. ഗണേശൻ സാർ എന്ന് പറഞ്ഞാൽ എന്തൊരു സാറാണ്. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ഓർക്കാറുണ്ട് പലപ്പോഴും. നല്ല ചുരുണ്ട മുടിയുള്ള, വെളുത്ത നിറമുള്ള, കട്ട മീശയുള്ള, വെള്ളയും വെള്ളയും മാത്രം ധരിക്കുന്ന സുന്ദരനായ, സുമുഖനായ, സഹൃദയനായ സാറാണ് ഗണേശ സാർ. ഗണേശ സാർ നമുക്ക് ഒരുപാട് കടങ്കഥകൾ പറഞ്ഞു തരും. ആന കേറാമല, ആടു കേറാമല, 1000 കാന്താരി പുത്തിറങ്ങും. എന്താണ് എന്നൊക്കെ ചോദിക്കും. എന്താണ്? നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത അഗണ്യകോടി, അനന്തകോടി നക്ഷത്രങ്ങൾ. ഇങ്ങനെ കവിതാശകലങ്ങൾ, നാടൻ പാട്ടുകൾ. കാകൃതു കനകൃതു കാക്കേ നിന്നുടെ കൂകൃതു കുനുകൃതു കൂടവിടെ. ഞങ്ങളെ കൊണ്ട് പറയിക്കുന്ന ദേകൃതു തെനകൃതു തെക്കങ്ങാണ്ടൊരു മാകൃതു മനകൃതു മാവിന്റെ കോകൃതു കൊനകൃതു കൊമ്പത്ത് തൂകൃതു തുനുകൃതു തൂങ്ങുന്നു. ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിക്കുമ്പോ വാക്കുകൾ, അക്ഷരങ്ങൾ, അതിന് സ്ഫുടത, അതെല്ലാം കൃത്യമായി നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കും. അല്പം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങൾ ഓഫീസിൽ വെച്ച് മലയാളിക്ക് ഏത് ഭാഷയും സംസാരിക്കാൻ പറ്റും, മലയാളിക്ക്. പക്ഷെ മറ്റൊരു ഭാഷക്കാരന് മലയാളം പഠിക്കാൻ പ്രയാസമാണ്. അത് മലയാളിയുടെ ഒരു ഓവർ സ്മാർട്ട്നെസ് കൊണ്ടല്ല. മലയാളത്തിൽ നമുക്ക് 56 അക്ഷരമുണ്ട്. അത് 51 52 ഒക്കെ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ 51 അക്ഷരാളി എന്നാണല്ലോ പറയുന്നത്. ഈ 51 അക്ഷരങ്ങൾ മലയാളത്തിലേ ഉള്ളൂ. ഹിന്ദിയിൽ ചിലപ്പോൾ, നമ്മൾ രാഷ്ട്രഭാഷയായ ഹിന്ദിയിൽ പല അക്ഷരങ്ങളും ഇല്ല. ഹിന്ദിയിലില്ല. മലയാളത്തില് സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഴ തന്നെയാണ്. അപ്പോ ഇത്രയും അക്ഷരങ്ങളുള്ള നമ്മുടെ മഹത്തായ, ബൃഹത്തായ ഭാഷ, ഈ ഭാഷയുടെ കൃത്യമായി നമ്മൾ പഠിക്കാൻ, ഉച്ചരിക്കാൻ സാറ് അന്നേ പഠിപ്പിക്കുകയാണ് കൊച്ചു ക്ലാസ്സിലെ. കാകൃത കനകൃത കാക്കേ നിന്നുടെ കൂകൃത കുനുകൃത കൂടവിടെ ദയകൃത ധനകൃത തെക്കങ്ങാണ്ടൊരു മാകൃത മനകൃത മാവിന്റെ കോകൃത കൊനകൃത കൊമ്പത്ത് തൂകൃത തുനുകൃത തൂങ്ങുന്നു. ഇങ്ങനെ പഠിപ്പിച്ച രസികനായ സാർ. ഒരു ദിവസം ഈ സാറ് വന്നില്ല. സാറ് വരാത്ത ദിവസം ക്ലാസ് എങ്ങനെ ഇരിക്കുമെന്നോ നിങ്ങളോട് പറയണ്ടല്ലോ. അങ്ങ് വളരെ ദൂരെ ഇരുന്ന ഹെഡ് മാസ്റ്റർ അറിഞ്ഞു ഈ ക്ലാസ്സിൽ സാറ് വന്നിട്ടില്ല. ഹെഡ് മാസ്റ്റർ നേരിട്ട് വന്നു, ഞങ്ങളെ അടുത്ത ക്ലാസ്സിലോട്ട് മാറ്റി. ഞങ്ങൾ അടുത്ത ക്ലാസ്സിലോട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് ഒരു രാജ്യം വിട്ട് വേറെ രാജ്യത്തോട്ട് പോകുമ്പോൾ കിട്ടിയ സൗകര്യങ്ങളിലൊക്കെ കഴിയണം, ടെന്റുകളിലൊക്കെ കഴിയണം. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിലത്തിരിക്കേണ്ടി വന്നു, വെറും തറയിൽ, കട്ടൻ തറയിൽ ഇരിക്കേണ്ടി വന്നു. അവിടുത്തെ കുട്ടികൾ ഞങ്ങളെ ഇങ്ങനെ വളരെ ഇതായിട്ട് നോക്കുകയാണ്, വന്ന് കയറിയവർ. പക്ഷെ അവിടുത്തെ സാറ് ഞാൻ നോക്കിയപ്പോൾ ഗണേശ സാറിനെ പോലെ ചുരുണ്ട മുടിയുള്ള, വെളുത്ത നിറമുള്ള, വെള്ളയും ഇടുന്ന ആളല്ല. അദ്ദേഹം ഒരു 6-6.5 അടി പൊക്കം, ശരീരാസകല മുടി, ഘടോൽക്കജനെ പോലെ ഒരു സാറ്. അദ്ദേഹം അവിടെ ആന്തരിക അവയവങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആന്തരിക അവയവങ്ങൾ പഠിപ്പിച്ചു തീർന്നു. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്, കറക്റ്റ് സമയത്താണ് നമ്മളും കൂടെ വന്ന് കയറിയത്. അദ്ദേഹം ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആന്തരിക അവയവങ്ങളുടെ പേര് പറയുക. പിന്നെ അവിടെ പഠിച്ച കുട്ടികൾ ഓരോരുത്തരൊക്കെ എഴിച്ചു നിന്ന് കുടല്, കൂമ്പ്, കരളെന്നൊക്കെ പറയുക. നമുക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ അങ്ങോട്ട് നോക്കി, അവിടെ ഇരിക്കുന്നവർ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ടിരിക്കുന്നവർ മേലോട്ട് നോക്കി, മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന താഴോട്ട് നോക്കി. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. ആരാ പറഞ്ഞത്? ലൈറ്റ് റേസ് ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻസ് എന്നല്ലേ പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് സാറിനെ നമ്മൾ കാണൂല, ലൈറ്റ് റേസ് വളഞ്ഞങ്ങ് പോകും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. അങ്ങനെയൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ സാർ ഈ താഴോട്ട് റാഗി പറക്കാൻ തുടങ്ങി. അപ്പൊ മന്നവന്മാരെ നേർക്കൊക്കെ നോക്കാൻ തുടങ്ങി. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾക്കറിയില്ലേ ഒരു ആന്തരികാവയവത്തിന്റെ പേര് പറയുക എന്ന് പറഞ്ഞപ്പോ എൻ്റെ അടുത്തിരുന്ന ലിവിങ്സ്റ്റൺ എന്നെ ഈ ഭാഗത്തിട്ട് തട്ടാൻ തുടങ്ങി. തട്ടി ഞാൻ മാറിയിരിക്കുന്നതുകൊണ്ട് വിരലൊക്കെ കയറ്റാൻ തുടങ്ങി, മുട്ടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അയാൾക്ക് ഒരു ആന്തരികാവയവത്തിന്റെ പേരറിയാം, പുള്ളിക്ക് വിളിച്ചു പറയാൻ മേല. അങ്ങനെ കുറെ ആളുകളുണ്ട്.
അവർക്ക് പരാതിയൊന്നും കൊടുക്കാൻ വയ്യ, ഞാൻ വിളിച്ചു പറയണം. അയാൾ എൻ്റെ അടുത്ത് പറയും. ലിവിങ്സ്റ്റന്റെ ഇതുവരെയുള്ള സ്വഭാവം വെച്ച് അവൻ പറയുന്ന ആന്തരിക അവയവം പെശകാവാനാണ് സാധ്യത. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുകയാണ്. ഇവിടെ ഇരുന്നതാണ് ഞായി. അതനുസരിച്ച് അയാളും കയറി വരികയാണ്, അധിനിവേശം. അവസാനം എനിക്ക് തോന്നി, ഇനിയും ഇവൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ച് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഒരു ആന്തരികാവയവം വലിച്ചു പുറത്തെടുക്കുന്ന ലക്ഷണമാണ്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അവൻ പറഞ്ഞു, എനിക്കൊരു ആന്തരികാവയവത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ മതി. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വന്നവരുടെ അഭിമാനം ഇപ്പോൾ സുദർശൻ്റെ കയ്യിലാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും അങ്ങ് എക്സൈറ്റഡ് ആയി. പെട്ടെന്ന് സാർ എന്നെ കണ്ടു. ഘടോൽക്കജൻ, പറയൂ. ഞാൻ എഴിച്ചു നിന്ന് പറഞ്ഞു, അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. ഈ ശരീരവാസകല മുടിയുള്ള ആ സാറുണ്ടല്ലോ, 6-6.5 അടി പൊക്കമുള്ള സാറുണ്ടല്ലോ, കോഴിക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്ന പോലെ എന്നെ മേശപ്പുറത്ത് നിർത്തിയതും എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കിയൊന്നും ഓർമ്മയില്ല. കാരണം ഇവൻ പറഞ്ഞ ആന്തരിക അവയവത്തിന്റെ പേര് ഒബ്ലാങ്കാറ്റ എന്നായിരുന്നു. ഒബ്ലാങ്കാറ്റ ഒരു ആന്തരിക അവയവമാണ്. പിന്നല്ലേ അറിയുന്നത്, മുകളിലോട്ട് പോയപ്പോഴല്ലേ അറിയുന്നത്. ബ്രെയിനകത്ത് മെഡുല്ല ഒബ്ലാങ്കാറ്റ. ഈ സാർ എന്തിനാ അടിച്ചത്? നിർദാക്ഷിണ്യം തല്ലിക്കളഞ്ഞു സാർ. അങ്ങനെയുള്ള സാറന്മാരെ നമുക്ക് സ്വീകരിക്കാമോ? അവരെ നമുക്ക് ഈ രാജ്യത്തിന് വേണമോ? കാരണം അദ്ദേഹത്തിന്റെ ഈഗോ ഹർട്ട എന്നാണ് പിന്നെ ഒരാൾ പറഞ്ഞത്. ഞാനിത് വേറൊരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ, ഒരു വേദിയിൽ പറഞ്ഞപ്പോൾ, അവിടെ ഒരു മനഃശാസ്ത്രജ്ഞൻ ഇരിപ്പുണ്ടായിരുന്നു കൂട്ടത്തിൽ. പുള്ളി ഞാൻ കാറിൽ കയറാൻ പോയപ്പോൾ കൂടെ വന്നിട്ട് പറഞ്ഞു, സാർ ആ സാർ എന്തിനാണ് അടിച്ചതെന്നറിയാമോ? ഇല്ല. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനിപ്പോൾ കേട്ടേ ഉള്ളൂ. എനിക്ക് സാറിനേക്കാളും 10-20 വയസ്സ് കുറവാണെന്ന് തോന്നുന്നു. എന്നിട്ട് സാറ് അടിച്ചത് സാറിന്റെ ഈഗോ ഹർട്ടായിരുന്നു. ഒരിക്കലും ഒരു സാഹചര്യത്തിലും ഒരു ഗുരു ശിഷ്യനെ ശപിക്കരുത്. പിന്നെ ഗുരുവും ശിഷ്യനും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ കുട്ടികൾക്ക് പുതിയ ഭാവുകത്വം നൽകുന്ന, അവർക്ക് പുതിയ ജീവിത വീക്ഷണം നൽകുന്ന, അവരെ വാർത്തെടുക്കുന്ന ഏറ്റവും മഹനീയമായ കർമ്മം ചെയ്യുന്നവരാണ് ഈ പ്രൈമറി ആൻഡ് ലോവർ പ്രൈമറി വിദ്യാഭ്യാസം, ഈ കിൻഡർ ഗാർഡൻ വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകർ. അപ്പൊ അവർ സ്വന്തം കുട്ടികളെ പോലെ കാണണം. അവരെ എന്തു തെറ്റ് ചെയ്താലും ചേർത്ത് നിർത്തണം. കാരണം ഒരു കുട്ടിയുടെ ഈ ഫോർമേഷൻ ടൈമിൽ അറിയാം അവൻ എന്തായിത്തീരുമെന്ന്. നേരത്തെ വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് നമ്മുടെ ചെയർമാൻ പറഞ്ഞത്. ആരും ഒരു ഗുണവുമില്ലാതെ ജനിക്കുന്നില്ല. എല്ലാവരിലും ഗുണങ്ങളുണ്ട്, എല്ലാവരിലുമുണ്ട്. നമ്മുടെ വിരലുകളില്ലേ, വിരലുകൾ പോലെ വിരലുകളുടെ ഒരു സമ്മേളനം നടന്നു പണ്ട്. അതിൽ വെച്ച് വിരലുകളുടെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഓരോ വിരലുകളും വന്ന അവയുടെ ഗുണം പറഞ്ഞു, അവയുടെ ശ്രേഷ്ഠത പറഞ്ഞു. ആദ്യം വന്ന് തള്ളവിരലാണ്. തള്ളവിരൽ പറഞ്ഞു, ഞാനാണ് ഇവരുടെ 5 പേരും കൂടെ അണിഞ്ഞിരുന്നു. ഓരോരുത്തരായിട്ട് മൈക്കിനെടുത്ത് വന്നു, ഞാനാണ് ഇവരുടെ മാതാവ്. തള്ളവിരൽ എന്നെ കണ്ടാൽ ഇങ്ങനെ വണ്ണം കൂടി പൊക്കം കുറഞ്ഞ് കുറുകി തടിച്ച് ഒക്കെ ഇരിക്കുന്നെങ്കിലും ഞാൻ ഇവരുടെ മാതാവാണ്, എനിക്ക് ശക്തിയുമുണ്ട്. ഏത് ഭാരമുള്ള വസ്തു എടുക്കുമ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു വശത്ത് ഞാനാണ് പിടിക്കുന്നത്, മറുവശത്താണ് ഇവരെല്ലാം കൂടെ നിൽക്കുന്നത്. ഒരു വശം എനിക്ക് സുന്ദരമായിട്ട് പൊക്കാൻ കഴിയും, ഞാൻ ഇവരുടെ മാതാവാണ്, ഇവർക്കെല്ലാം സ്നേഹവും വാത്സല്യവും കൊടുത്ത് വളർത്തിയത് ഞാനാണ്. അതുകൊണ്ട് മാതൃത്വത്തെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുക. തള്ളവിരൽ പോയി, ചൂണ്ടുവിരൽ വന്നു. ചൂണ്ടുവിരൽ പറഞ്ഞു, ഞാനാണ് ചൂണ്ടുവിരൽ. ചൂണ്ടുവിരലിനെ കണ്ടപ്പോൾ എനിക്ക് അർജുനെയാണ് ഓർമ്മ വന്നത്. ആ ഭാരതത്തിലെ അർജുനൻ, സവ്യസാചിയായ അർജുനൻ. എന്തിനാണ് സവ്യസാചി എന്ന് പറയുന്നത്? 2 കൈകൊണ്ടും ഒരുപോലെ ഒരേ ആയാസത്തോടെ അമ്പയക്കാൻ കഴിവുള്ള ആളാണ് സവ്യസാചി, അർജുനൻ സ്മാർട്ടാണ്. ആ ഭാരതത്തിലെ പാണ്ഡവപക്ഷത്തെ പ്രതീക്ഷയുടെ നക്ഷത്രമായിരുന്നു അർജുനൻ പറഞ്ഞു, ഈ ചൂണ്ടുവിരൽ പറഞ്ഞു, ഞാനാണ് ചൂണ്ടുവിരൽ. ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ ചൂണ്ടുന്ന വിരൽ, അധികാരത്തിന്റെ വിരൽ, അംഗീകാരത്തിന്റെ വിരൽ, ആജ്ഞാപിക്കുന്ന വിരൽ ഞാനാണ്. ഗെറ്റ് ഔട്ട് എന്ന് അധ്യാപകൻ പറയുമ്പോൾ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ടല്ലേ പറയുന്നത് ഗെറ്റ് ഔട്ട്. നേരെ മറിച്ച് തള്ളവിരൽ ഉപയോഗിച്ച് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആള് പോയില്ലെന്ന് തന്നെയല്ല, ചിലപ്പോൾ 4 ഇങ്ങനെ ചെയ്തു നിന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അധികാരത്തെയും അംഗീകാരത്തെയും
ബഹുമാനിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുക. ചൂണ്ടുവിരൽ പോയി. അടുത്ത് വന്നത് നടുവിരലാണ്. അയാൾ വന്ന് നിവർന്നങ്ങ് നിന്നിട്ട് പറഞ്ഞു, ഞാനാണ് നടുവിരൽ, ഞാൻ അവരുടെ രക്ഷകർത്താവാണ്. ഇവിടെ തന്നെ ഞാൻ നടുക്കാണല്ലോ ഇരുന്നത്. എൻ്റെ തലപ്പൊക്കം ഇവർക്കാർക്കും ഇല്ലായിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ഇവരാരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പരാതി പറയാൻ വരുന്നത് എൻ്റെ അടുത്താണ്. കാരണം ഞാൻ അവരുടെ രക്ഷകർത്താവാണെന്ന് എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ രക്ഷാകർതൃത്വത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുക. നടുവിൽ പോയി. പിന്നെ വന്ന മോതിരവിരലാണ്. മോതിരവിരലെന്ന് പറഞ്ഞാൽ പൊതുവെ അല്പം നാണം കുടുങ്ങിയായ വിരലാണ്. ഷൈ ആണ് മോതിരവിരൽ. തന്നെയല്ല, 3 പേരും നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നല്ല ഒരു പ്രകടനം കഴിഞ്ഞാൽ, നല്ല ഒരു സംഗീതം കഴിഞ്ഞാൽ, നല്ല ഒരാളുടെ പാട്ടോ കവിതയോ ഒക്കെ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആളിൻ്റെ ആത്മവിശ്വാസം കുറയും. അപ്പോൾ മോതിരവിരൽ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് മോതിരവിരൽ, ഈ മോതിരമൊക്കെ ഇടുന്ന വിരൽ ഞാനാണ്. പിന്നെ കല്യാണത്തിനൊക്കെ എൻ്റെ വിരലിനാണ് പ്രധാനം. പിന്നെ പെട്ടെന്ന് മോതിരവിരലങ്ങ് ഫോമായി. ഞാനാണ് വിശുദ്ധിയുടെ വിരൽ. ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോഴേ പ്രസാദം തൊടുന്ന, ചന്ദനം തൊടുന്ന വിരൽ ഞാനാണ്. നമ്മളെല്ലാവരിലും കൊണ്ട് ചന്ദനം എടുക്കുകയും അടുത്ത് നിൽക്കുന്നവന് തേച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ശരിക്കും ചന്ദനം തൊടേണ്ട വിരൽ ഞാനാണ്. ഞാൻ വിശുദ്ധിയുടെ വിരലാണ്. നിങ്ങൾ വിശുദ്ധിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കൂ. അവസാനം വന്നത് ഈ കുഞ്ഞു വിരലാണ്. വന്നിട്ട് പറഞ്ഞു, ഞാനാണ് ചെറിയ വിരൽ, കുട്ടി വിരൽ, ചെറുക്കുട്ടി വിരൽ എന്നൊക്കെ പറയും. എനിക്ക് പൊക്കമില്ല, എന്നെ പൊക്കാതിരിക്കുവിൻ എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷാണ്. ഈ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞതും കുഞ്ഞുണ്ണി മാഷാണ്. അത് എന്നെ ചെറുവിരൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറുക്കുട്ടി വിരലെന്നാണ് എന്നെ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്നത്. തിരുവനന്തപുരക്കാർക്കൊരു ഭാഷയുണ്ട്, അറിയാമല്ലോ. തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്. ആ ഭാഷ കൊണ്ട് പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഭാഷ ഏറ്റവും നല്ല ഭാഷയാണെന്ന് ഞാൻ ഈ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും പോയി പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ഭാഷ പോലെ ആശയ സംവേദന ശേഷിയുള്ള ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ഹൃദയസുന്ദരമായ ഭാഷ വേറെയില്ല എന്ന് എല്ലാ ജില്ലകളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തിരുവനന്തപുരത്ത് പറയുമ്പോൾ മാത്രമേ ആരും കൈയടിക്കാതിരുന്നിട്ടുള്ളൂ. അത് തിരുവനന്തപുരത്തുകാരുടെ ഒരു ഗുണമാണ്. കാരണം വെറുതെ പറഞ്ഞല്ല, പെണ്ണ് ചറുക്കി വീണു എന്ന് പറഞ്ഞാൽ ആസ്ട്രേലിയക്കാരന് വരെ മനസ്സിലാവും. അതാണ് ആ ഭാഷയുടെ പ്രത്യേകത. ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. എന്തായാലും തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ചെറുക്കുട്ടി വരില്ലെന്നാണ്. അപ്പൊ അയാൾ പറഞ്ഞു, എന്നെ ഇവരാരും മൈൻഡ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഞാൻ കൂടെ ഇല്ലെങ്കിൽ, ഞാൻ ഇല്ല എന്ന് വിചാരിക്കും. ഇവർ വലിയ യാത്രയൊക്കെ പോകുമ്പോൾ എന്നെ വിളിക്കാറില്ല, ഞാൻ പിന്നെ കൂടെ അങ്ങ് പോകുന്നതാണ്. ഞാനില്ല എങ്കിൽ ഇവർ പൂർണ്ണരാകുമോ? വികലാംഗന്മാർ പോകുന്നെന്ന് പറയില്ലേ ഞാനില്ലെങ്കിൽ? കുഞ്ഞുവരൽ പറഞ്ഞ വളരെ സത്യമാണ്. നിങ്ങൾ ചോറ് ഉരുട്ടിയാണോ കഴിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ TV സീരിയലൊക്കെ ഒരുപാട് വന്നതിന് ശേഷം ഉരുട്ടാനൊന്നും സമയം കിട്ടാറില്ല. കാരണം ഈ സീരിയലും ഒക്കെ കണ്ട് TV ഒക്കെ കണ്ടാണ് നമ്മൾ എല്ലാം കഴിക്കുന്നത്. അപ്പോൾ ഈയിടയ്ക്ക് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് തന്നെ TV വെച്ചിരിക്കുന്നു, സൗകര്യമായി, നേരിട്ടുള്ള സംപ്രേഷണം. അപ്പോൾ അവിടെ അമ്മയ്ക്ക് എപ്പോൾ അടി കൊള്ളും എന്ന് നോക്കിയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം പിന്നെ ഇത് എറിയുകയാണ്, ചോറെടുത്ത് എറിയുകയാണ്. നിങ്ങൾ ഉരുട്ടണം. ഇന്ന് രാത്രി ഇപ്പോൾ ചോറാരും കഴിക്കുന്നില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ ചോറ് കഴിക്കുമെങ്കിൽ അപ്പോഴെല്ലാം നിങ്ങളൊന്ന് ഉരുട്ടി നോക്കണം. ഉരുട്ടി നോക്കുമ്പോൾ ഈ വിരലില്ലാതെ ഉരുട്ടുക, കുഞ്ഞു വിരലില്ലാതെ ഉരുട്ടുക, അത് ഉരുളയാകുമോ? ഒരിക്കലും ഉരുളയാവില്ല. ചിലപ്പോൾ കൊഴുക്കട്ടയാവും, ഉരുളയാവില്ല. പൂർണ്ണതയുടെ വിരലാണ് ഞാൻ. ഒന്നുകൂടി പറഞ്ഞു, ചെറിയ വിരൽ. പിന്നെ നിങ്ങൾ ഇവരെല്ലാം വലിയ വിദ്വാൻമാരാണെന്ന് പറഞ്ഞല്ലോ, വലിയ വീരന്മാരാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇവരെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്തിട്ട് ശിക്ഷ വാങ്ങുന്ന സമയത്ത് അധികാരിയുടെ മുന്നിൽ, വിധികർത്താവിന്റെ മുമ്പിൽ എത്തുമ്പോൾ കൈകൂപ്പേണ്ടി വരുന്ന സമയത്ത് എല്ലാം പറയുകയാണ് നിൽക്കുന്നത്. മുമ്പേ ധീരമായി നിൽക്കുന്നത് ഞാനാണ്. കാരണം ഞാൻ വിശുദ്ധനുമാണ്, തെറ്റിയാത്തവനുമാണ്, ധീരനുമാണ്, പൂർണ്ണനുമാണ്. അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല, ഞാൻ മുമ്പെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണതയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുക. ഞാൻ ഈ കഥ പറഞ്ഞിട്ട് കേരളമൊട്ടാകെയുള്ള സദസ്സിനോട് ചോദിച്ചു, നിങ്ങളാണെങ്കിൽ ആരെ തിരഞ്ഞെടുക്കും? പലരും എഴുന്നേറ്റ് പറഞ്ഞു. ആ കേട്ട ആ ആവേശത്തിൽ പറഞ്ഞു, ചെറുവിരലിനെ തിരഞ്ഞെടുക്കും. കാരണം ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ലാസ്റ്റിംഗ് ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞെങ്കിലും തള്ളവിരലിൻ്റെ കാര്യം ആരും പറഞ്ഞില്ല. ഞങ്ങൾ
ചെറുവിരലിനെ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ചൂണ്ടുവിരലിനെ തിരഞ്ഞെടുക്കും, നടുവിരലിനെ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞവരുണ്ട്. സ്ത്രീ സ്വഭാവമുള്ള സ്ത്രൈണമായ മോതിരവിരലിനും വോട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എല്ലാ വിരലുകൾക്കും പ്രസക്തിയില്ലേ? അല്ലെ? ഈച്ച് ആൻഡ് എവരി ഫിംഗർ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ സിഗ്നിഫിക്കൻസ്. എല്ലാ വിരലുകൾക്കും പ്രസക്തിയുണ്ട്, എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രസക്തിയുണ്ട്. ആരും ഒരു ഗുണമില്ലാതെയും ജനിക്കുന്നില്ല. ടാലന്റോടുകൂടി തന്നെയാണ് എല്ലാവരും ജനിക്കുന്നത്. പക്ഷെ ആ ടാലന്റ് കണ്ടെത്തുക, അതിന് പ്രോത്സാഹനം കൊടുക്കുക, അങ്ങനെ വികസ്വരമാവുക, വ്യക്തിത്വം വളരെ വളരെ ഉന്നതമാവുക. ആ മഹനീയമായ ദൗത്യം നിർവഹിക്കേണ്ടത് നിങ്ങൾ ഈ കിൻഡർ ഗാർഡനിലെയും പ്രൈമറി സ്കൂളിലെയും അധ്യാപകരാണ്. അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. കാരണം ഏറ്റവും അധികം സമ്പന്നമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അമേരിക്കയാണെന്നും ജപ്പാനാണെന്നും ജർമ്മനിയാണെന്നും ഒക്കെ പറഞ്ഞവരുണ്ട്. ഏറ്റവും സമ്പന്നമായ സ്ഥലം ഇതൊന്നുമല്ല, ഇന്ത്യയുമല്ല. ഏറ്റവും സമ്പന്നമായ സ്ഥലം ഗ്രേവ് യാർഡാണ്, ശവപ്പറമ്പാണ്. അവിടെയാണ് ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കാതെ പ്ലാവ് പിടിച്ചുപോയ ടാലന്റുകളുള്ള ആളുകൾ ശയിക്കുന്നു. ഉപയോഗപ്പെടാത്ത ടാലന്റുകൾ ശവപ്പറമ്പിലുണ്ട്. അങ്ങനെ ശവപ്പറമ്പിൽ കൊണ്ട് നിക്ഷേപിക്കേണ്ടതല്ല ദൈവദത്തമായ വൈഭവങ്ങൾ. ആ വൈഭവങ്ങളെ കണ്ടെത്തുവാൻ, അവയ്ക്ക് കൂടുതൽ കൂടുതൽ വെളിച്ചം നൽകുവാൻ, പ്രകാശം നൽകുവാൻ, പ്രകാശമാനമാക്കി തീർക്കുവാൻ നിങ്ങളുടെ ഈ വിദ്യാഭ്യാസവും നിങ്ങളുടെ ഈ വിദ്യാഭ്യാസ രീതിയും അധ്യാപന രീതിയും ഈ മോണ്ടിസോറി എഡ്യൂക്കേഷനും അതിലൂടെ ഇന്ന് ബിരുദധാരികളായ നിങ്ങൾ ഓരോരുത്തരുടെയും ഇനിയുള്ള ജീവിതവും സേവനവും കാഴ്ചവെക്കുക. അത് രാഷ്ട്രത്തിന് ഉപയുക്തമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സമ്മേളനം, ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക്